മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഡൊണാൾഡ് ട്രംപ് ഭരിക്കുന്ന അമേരിക്കയേക്കാൾ നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തെയാണ് ഇസ്രായേൽ വിശ്വസിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഒരു വാർത്തയാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വരുന്ന 25-ാം തീയതി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശനത്തിനായിട്ട് പോകുമെന്നുള്ള വാർത്തയും പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ നടന്നിട്ടുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവരുടെ നെസറ്റില്, അതായത് അവരുടെ പാർലമെന്റില് വ്യക്തമായിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്, എന്റെ സുഹൃത്ത് നരേന്ദ്രമോദി ഇസ്രായേലിലേക്ക് എത്തുന്നു. അത് സകല തീവ്രവാദത്തിനെതിരെ, ഭീകരവാദത്തിനെതിരെ, ജിഹാദിസത്തിനെതിരെ പടപൊരുതാൻ, അവർക്കെതിരെ സഖ്യമുണ്ടാക്കാൻ നരേന്ദ്രമോദി ഇസ്രായേലിലേക്ക് എത്തുന്നു. പ്രിയ സുഹൃത്തിനെ കാത്തിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനമാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലോകത്തോട് ലേറ്റസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്റെ എക്സിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇന്ന് രാവിലെ ഞങ്ങളുടെ മന്ത്രിസഭാ യോഗത്തിന്റെ ഉദ്ഘാടന വേളയിൽ എന്റെ പ്രിയ സുഹൃത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ വരുന്ന ബുധനാഴ്ച ഇസ്രായേൽ സന്ദർശനത്തെ കുറിച്ച് ഞാൻ സംസാരിച്ചു. ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം രണ്ട് ആഗോള നേതാക്കൾ തമ്മിലുള്ള ശക്തമായ സഖ്യമാണ്. നവീകരണം, സുരക്ഷ, പങ്കിട്ട തന്ത്രപരമായ കാഴ്ചപ്പാട് എന്നിവയിൽ ഞങ്ങൾ പങ്കാളികളാണ്. സ്ഥിരതയ്ക്കും പുരോഗതിക്കും പ്രതിജ്ഞാബദ്ധരായ രാഷ്ട്രങ്ങളുടെ ഒരു അച്ചുതണ്ട് ഞങ്ങൾ ഒരുമിച്ച് കെട്ടിപ്പടുക്കുകയാണ്. AI മുതൽ പ്രാദേശിക സഹകരണം വരെ ഞങ്ങളുടെ പങ്കാളിത്തം പുതിയ ഉയരങ്ങളിൽ എത്തുന്നത് തുടരുന്നു. പ്രധാനമന്ത്രി മോദി ജെറുസലേമിൽ നിങ്ങളെ കാണാൻ കാത്തിരിക്കുന്നു. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ ഇസ്രായേൽ കാത്തിരിക്കുന്നു എന്ന വ്യക്തമായ പ്രഖ്യാപനമാണ് ഇസ്രായേലി പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ളത്. ലോകത്തോട് വ്യക്തമായിട്ട്, പ്രത്യേകിച്ച് മധ്യേഷ്യയിലെ സകല തീവ്രവാദ സംഘടനകളെയും വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് പ്രഖ്യാപനം നടത്തിയത്. സകല ഭീകരവാദ സംഘടനകൾക്കെതിരെയും സഖ്യമുണ്ടാക്കാൻ പ്രിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടേക്ക് വരുന്നു. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ഇസ്രായേലിലേക്ക് എത്തുന്നു. ലോകം ഇത് വലിയ രീതിയിൽ ഉറ്റുനോക്കുന്നു എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഭീകരവാദത്തിനെതിരെ പോരാടുന്നതുമായി ബന്ധപ്പെട്ട് ലോകത്ത് 1-ാം സ്ഥാനമാണുള്ളത്. പ്രത്യേകിച്ച് ഓരോ മലയാളിയും തിരിച്ചറിയണം, ഈ കാലഘട്ടത്തിൽ ഒരു ഭീകരവാദ പ്രവർത്തനത്തിനെതിരെ പോരാട്ടം നയിച്ച് അതിൽ വിജയക്കൊടി പാറിച്ച് ഭീകരവാദികളെ അടിച്ചമർത്തി ഒരുത്തരും എഴുന്നേൽക്കാൻ സാധിക്കാത്ത വിധത്തിൽ യുദ്ധം വിജയിച്ചിട്ടുള്ള ലോകത്തെ പ്രധാനപ്പെട്ട ഭരണാധികാരി എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇസ്രായേൽ ഹമാസിനെതിരെ, ഹിസ്ബുള്ളക്കെതിരെ, ഇറാനെതിരെ, ഹൂത്തിക്കെതിരെ, ഇത്തരം സകലർക്കെതിരെയും പ്രധാനപ്പെട്ട ഭീകരവാദികൾക്കെതിരെ വലിയ രീതിയിൽ ഇസ്രായേൽ ഇന്നും പടപൊരുതിക്കൊണ്ടിരിക്കുക. എന്നാൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തിനെതിരെ ഓപ്പറേഷൻ സിന്ദൂര് നടത്തി അത് ഇത്ര സുന്ദരമായിട്ട് തുടങ്ങി സകല ഭീകരവാദികളുടെയും കുടുംബത്ത് കയറി സകല ഭീകരവാദികളെയും അടപടലം അങ്ങ് തീർത്ത് പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തിന്റെ ഹൃദയം കേറി മുറിച്ച് പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ മുകളിൽ വലിയ രീതിയിൽ ആക്രമണം നടത്തി പാകിസ്ഥാന് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ആ യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്ത് ഒരു യുദ്ധം തുടങ്ങുക എന്നുള്ളത് ആർക്കും സാധിക്കുന്നതാ. എന്നാൽ അത് വിജയിച്ചുകൊണ്ട് ആ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് അത് ശക്തരായ ഭരണാധികാരികൾക്ക് മാത്രം സാധിക്കുന്നതാ. അത് നരേന്ദ്രമോദി ലോകത്തിന് സാധിച്ചെടുത്തു എന്നുള്ളതാ വലിയ യാഥാർത്ഥ്യം. ആ പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തിനെതിരെ പടപൊരുതി വിജയിച്ചതിന്റെ എല്ലാ രീതിയിലുള്ള പ്രൗഢിയും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുണ്ട്. ലോകം വലിയ പ്രതീക്ഷയിലാണ് നരേന്ദ്രമോദിയെ നോക്കി കാണുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി അതേ പ്രതീക്ഷയിൽ സകല ഭീകരവാദത്തിനെതിരെയും ഒരുമിച്ച് പോരാട്ടം നയിക്കാനാണ് നമ്മുടെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നത്. പ്രത്യേകം എടുത്തു പറയുകയാണ്, വാക്കിന് സ്ഥിരതയില്ലാത്ത ഡൊണാൾഡ് ട്രംപ് ഭരിക്കുന്ന അമേരിക്കയേക്കാൾ
ഇസ്രായേൽ ഇന്ന് വിശ്വസിക്കുന്നത് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാ. ഇന്ന് നമ്മുടെ കശ്മീരൊക്കെ എത്ര സുന്ദരമാണ്. നമ്മുടെ കശ്മീരിലൊക്കെ ഇന്ന് എത്രത്തോളം സുന്ദരമായിട്ട് ഇന്ന് സഞ്ചാരികളുടെ പറദീസയായിട്ട് നമ്മുടെ കശ്മീർ മാറിയില്ലേ? അവിടെ വന്ദേ ഭാരത് ഓടിത്തുടങ്ങിയില്ലേ? സ്കൗട്ട് NCC ഇത്തരം കുട്ടികളുടെ സംഘടനകൾ അതായത് സ്കൗട്ട് NCC പോലെയുള്ള ചെറിയ കുട്ടികൾ പോലും പരേഡ്, അതായത് മാർച്ച് പാസ്റ്റ് ഒക്കെ നടത്തുന്ന പെൺകുട്ടികൾ ഉൾപ്പെടെ മാർച്ച് പാസ്റ്റ് ഒക്കെ നടത്തുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ കശ്മീർ മാറിയിരിക്കുന്നു. സാധാരണക്കാര് സ്വാതന്ത്ര്യത്തിൽ കശ്മീരിൽ അവരുടേതായ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയി തുടങ്ങിയിരിക്കുന്നു. ഇതൊക്കെ നരേന്ദ്രമോദിയുടെ കാലത്ത് സകല ഭീകരരെയും അടിച്ചമർത്തുന്നത് കൊണ്ടാ. പിന്നെ പൊട്ടിത്തെറിക്കാനായിട്ട് നടക്കുന്ന ഒരുപാട് ജിഹാദികൾ. ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന മനുഷ്യർ വലിയ പൊതുശല്യമായിട്ട് നോക്കിക്കാണേണ്ടതാണ് പൊട്ടിത്തെറിക്കാനായിട്ട് നടക്കുന്ന ജിഹാദികൾ എന്ന് പറയുന്നത്. ആ ജിഹാദികൾക്കെതിരെ ഒരു വലിയ സഖ്യം, അത് ഇസ്രായേല് ഇന്ത്യയൊക്കെ ഒരുമിച്ചിട്ടുള്ള ഒരു സഖ്യം എന്ന് പറയുന്നത് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന മനുഷ്യർ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. ഇസ്രായേലി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് സ്വീകരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ ഈ ഹമാസോളികള്, ഹിസ്ബുള്ളോളികള്, ഇത്തരം ഒരുപാട് ജിഹാദിസത്തെ നെഞ്ചിലേറ്റ് പൊട്ടിത്തെറിക്കാൻ അവസരം നോക്കി നടക്കുന്ന ഒരുപാട് ജിഹാദികൾ നമ്മുടെ കേരളത്തിലുണ്ട്. അവരൊക്കെ ഇതൊക്കെ എങ്ങനെയാ സഹിക്കുക? നരേന്ദ്രമോദി ഇസ്രായേൽ ഒരു സഖ്യത്തിലേക്കാ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. അത് ഓരോ മലയാളി, പ്രത്യേകിച്ച് ലക്ഷണ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നത് കോൺഗ്രസ് എങ്ങാനുമായിരുന്നു നമ്മുടെ രാജ്യം ഭരിച്ചത് എങ്കിൽ ഇതുപോലൊരു സഖ്യം ഒരിക്കലും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തില് ഹമാസിന് വേണ്ടി, ഹിസ്ബുള്ളക്കൊക്കെ വേണ്ടിയിട്ട് പ്രതിഷേധങ്ങളും അവർക്ക് വേണ്ടിയിട്ട് വലിയ രീതിയിൽ നമ്മുടെ കേരളത്തിൽ ആളുകളുണ്ട്. പ്രത്യേകിച്ച് സകല കോൺഗ്രസ് അനുഭാവികളും കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോൾ കോൺഗ്രസ് അനുഭാവികളൊക്കെ ആണല്ലോ. ജമാഅത്തെ ഇസ്ലാം, പോപ്പുലർ ഫ്രണ്ട്, SDP ഇതൊക്കെ ഇപ്പോൾ കോൺഗ്രസ് ടീമല്ലേ. ഇവര് രാജ്യം ഭരിച്ചാൽ ഹമാസിന്റെ ഒപ്പം ഹമാസിനെ മീറ്റ് ചെയ്യാൻ ഈ പെരിച്ചായിയെ പോലെ വല്ല മാളത്തിലേക്കായിരിക്കും കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയായിരുന്നു നമ്മുടെ രാജ്യത്ത് ഇന്ന് ഉണ്ടായിരുന്നത് എങ്കിൽ സകലരും മനസ്സിലാക്കണം, ഏതെങ്കിലും ഒരു മാളത്തിലേക്ക് ഹമാസിന്റെ നേതാവുമായിട്ട് കൂടിക്കാഴ്ച നടത്താനായിരുന്നു കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയായിരുന്നു നമുക്കുള്ളത് എങ്കിൽ പോവുക. ഇതിപ്പോ അന്തസ്സിൽ ലോകത്തിന് മുന്നിൽ നമുക്ക് അഭിമാനത്തോടു കൂടി ഉയർത്തിപ്പിടിക്കാം. സമാധാനത്തിന് നിലകൊള്ളുന്ന ഇസ്രായേലിനൊപ്പം സഖ്യത്തിനാണ് നമ്മുടെ പ്രധാനമന്ത്രി അവിടേക്ക് പോകുന്നത്. ഇസ്രായേൽ വലിയ പ്രതീക്ഷയിലാണ് നമ്മുടെ പ്രധാനമന്ത്രിയെ കാത്തിരിക്കുന്നത്. ഏതായാലും ജിഹാദികൾക്ക്, തീവ്രവാദികൾക്ക്, ഭീകരവാദികൾക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ തന്നെയാണ് നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ സന്ദർശനവുമായിട്ട് വരാൻ പോകുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.